15 വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടി ഭരണം ബംഗ്ലാദേശിൽ അവസാനിച്ചിരിക്കുന്നു. 2024 രക്തരൂക്ഷിതമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ ഹസീനയ്ക്ക് ജീവനും കൊണ്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്നപ്പോൾ ലോകം ചോദിച്ചത് ഒന്നേയുള്ളൂ, ഇനി ആര്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് 2026 ഈ തിരഞ്ഞെടുപ്പ് ഫലം. 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. 299-ൽ 213 സീറ്റുകൾ നേടി BNP അധികാരം തിരിച്ചുപിടിക്കുമ്പോൾ അത് വെറുമൊരു വിജയമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വേട്ടയാടലിന്റെ ചരിത്രപരമായ മറുപടി കൂടിയാണ്. ഈ ചരിത്ര വിജയത്തിന്റെ കാരണക്കാരനായ താരിഖ് റഹ്മാൻ ആരാണ്? പരിശോധിക്കാം, ആരാണ് താരിഖ് റഹ്മാൻ എന്ന്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രം രചിച്ച കുടുംബത്തിലാണ് താരിഖിന്റെ ജനനം. 1965 നവംബർ 20-ന് ധാക്കയിൽ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റും BNP സ്ഥാപകനുമായ സിയാഉർ റഹ്മാന്റെയും 3 തവണ പ്രധാനമന്ത്രിയായ ഖാലിദ സിയയുടെയും മൂത്ത മകനായി ജനനം. ധാക്കയിലെ BAF ഷഹീൻ കോളേജിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ധാക്ക സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസിൽ അദ്ദേഹം ബിരുദവും നേടി. 1988-ൽ BNPയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നത്. 2001-ൽ അമ്മ ഖാലിദ സിയ വീണ്ടും അധികാരത്തിലെത്തിയതോടെ താരിഖ് റഹ്മാൻ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി വളരുകയായിരുന്നു. BNPയുടെ ഹാവാഭവൻ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കേന്ദ്രമായിരുന്നു. അതായത് ഒരു പാരലൽ അധികാര സംവിധാനം അദ്ദേഹം അവിടെ സ്ഥാപിച്ചിരുന്നു. താരിഖിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം 2007 സൈനിക പിന്തുണയുള്ള ഇടക്കാല സർക്കാർ അദ്ദേഹത്തെ 2007-ൽ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയ ദുർവിനിയോഗം, അഴിമതി, കലാപം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നത്. തടവറയിൽ അദ്ദേഹം നേരിട്ടത് ക്രൂരമായ ശാരീരിക പീഡനങ്ങളായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരുന്നു. വിമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ദാരുണമായ ദൃശ്യങ്ങൾ അന്ന് ലോകം വളരെ വിഷമത്തോടെയാണ് കണ്ടത്. 2008-ൽ ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് പോയ അദ്ദേഹം നീണ്ട 17 വർഷം അവിടെ ഒളിവിൽ കഴിയാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഷെയ്ഖ് ഹസീന ഭരണകൂടം അദ്ദേഹത്തിനെതിരെ 80ഓളം കേസുകൾ കെട്ടിച്ചമക്കുകയും പല കേസുകളിലും ജീവപര്യന്തം ശിക്ഷ വരെ അദ്ദേഹത്തിന് വിധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലണ്ടനിലെ ഒരു ചെറിയ ഓഫീസിലിരുന്ന് സ്കൈപ്പ് വഴിയും വീഡിയോ ലിങ്ക് വഴിയും അദ്ദേഹം തന്റെ പാർട്ടിയെ ഐക്യത്തോടെ നയിക്കുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഹസീനയുടെ പതനത്തിന് ശേഷം 2025 ഡിസംബർ 25-നാണ് താരിഖ് റഹ്മാൻ തന്റെ കുടുംബത്തോടൊപ്പം ധാക്കയിലേക്ക് തിരിച്ചു വരുന്നത്. വിമാനത്താവളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി തടിച്ചുകൂടിയത്. മടങ്ങിയെത്തിയ 5-ാം ദിവസം അമ്മ ഖാലിദ സിയ വിടവാങ്ങിയത് അദ്ദേഹത്തിന് വലിയ ആഘാതമായെങ്കിലും ജനങ്ങൾക്കായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള സമയമാണിത്. നമുക്ക് സുരക്ഷിതമായ ബംഗ്ലാദേശിനെ പുനർനിർമ്മിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പുതിയ ബംഗ്ലാദേശിന്റെ മുദ്രാവാക്യമായി മാറുകയായിരുന്നു. പീഡനങ്ങളും നാടുകടത്തലുകളും നേരിട്ട ഒരു നേതാവ് എങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കി അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവ് കൂടിയാണ് താരിഖ് റഹ്മാൻ.